ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പിന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കാനായിട്ട് കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മുടെ ഡോക്ടറൽ സ്റ്റഡിക്കകത്ത് നീതീകരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീതീകരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് രാത്രി നമ്മൾ പിന്നെയും നീതീകരണം എന്നുള്ള വിഷയത്തിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളൂടെ ഇന്ന് രാത്രി നമ്മൾ പിന്നെയും ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഈ നീതീകരണം എന്നുള്ള ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാസേജായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആ ഒരു പാസേജ് എടുത്തിട്ട് അതിനകത്ത് വേഴ്സ് ബൈ വേഴ്സ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. ഓരോ വാക്യങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് രാത്രി അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ബാക്കിയുള്ളത് മാറ്റിവെക്കും. എന്താണെങ്കിലും നമുക്ക് ആ റോമാലേഖനം എടുക്കാം. 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഓരോ വാക്യങ്ങളായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നദ്ധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കൽ വിശ്വാസത്തുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്ര. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ഇവിടെ നീതീകരണം എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പാപികളായിട്ടുള്ള മനുഷ്യനെ ദൈവം നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു. ആ ഒരു പ്രഖ്യാപനം, ആ ഡിക്ലറേഷനാണ് നമ്മൾ നീതീകരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു പാസേജ് നമ്മൾ വാക്യങ്ങളായിട്ട് ഓരോ വാക്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാണ്. 20-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നമുക്ക് ആ വാക്യം ആരംഭിച്ചത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ therefore. അപ്പോൾ ഈ അതുകൊണ്ട് എന്നുള്ള വാക്ക് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അതൊരു കണക്റ്റിംഗ് വേർഡാണത്. ഒരു കണക്റ്റിംഗ് വേർഡാണ്. അപ്പോൾ ഈ കണക്റ്റിംഗ് വേർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്റ്റിംഗ് വേർഡ് ഈ പറയുന്ന വാക്യത്തെ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാണെന്ത്? കണക്റ്റിംഗ് വേർഡ്. ഉദാഹരണത്തിന് ഇവിടെ അതുകൊണ്ട് എന്നുള്ള വാക്ക് വരുമ്പോൾ അവിടെ ന്യായമായിട്ടൊരു ചോദ്യം വരും, എന്തുകൊണ്ട്?
വൈ. ദെയർഫോർ എന്ന് വരുമ്പം അവിടുത്തെ ചോദ്യം ഇതാണ് വൈ. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ പാസേജ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ചില വാക്യങ്ങളോട് നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ 9-ാം വാക്യം തൊട്ട് വായിച്ചു വരണം, എങ്കിലേ നമുക്കതിൻ്റെ ആ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് 9-ാം വാക്യം തൊട്ട് വായിക്കുന്നത്? ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം, ഓടിച്ച് വായിക്കാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. അവിടെ നമുക്ക് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം 3-ാം അധ്യായം എന്ന് പറയുന്നത് യഹൂദന്മാരോട് അഡ്രസ്സ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, 1-ാം വാക്യം നോക്കിയേ. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അപ്പം യഹൂദനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വിശേഷതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അർത്ഥം യഹൂദന്മാർക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോ എന്നിട്ട് പറയുക അശേഷമില്ല, ഒരു വിശേഷതയില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായപ്രമാണം ദൈവം കൊടുത്തത് അവർക്കാണ് ന്യായപ്രമാണം കിട്ടിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ നിയമാവലികൾ യഹൂദന്മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. യവനന്മാർ എന്ന് പറയുന്ന വിജാതിയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നിയമാവലികളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നിയമാവലികൾ കിട്ടിയിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതനുസരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം അവന് നിയമം കിട്ടിയിട്ടില്ല, പിന്നെ അവനെങ്ങനെ അനുസരിക്കും? പിന്നെ അനുസരിക്കാനായിട്ട് സാധ്യത കൂടുതലുള്ളത് നിയമം കിട്ടിയവനാണ്. അപ്പം ഈ നിയമം കിട്ടിയവനെക്കുറിച്ച് ഈ ന്യായപ്രമാണം എന്താ പറയുന്നതെന്നാണ് 10-ാം വാക്യം തൊട്ട് പറയുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. നോക്കിക്കേ, ഇവർക്ക് പ്രമാണം കൽപ്പന കിട്ടിയിട്ടുണ്ടെങ്കിലും നീതിമാനായിട്ട് ഇവരിൽ ആരും ഇല്ല, ഒരുത്തം പോലും ഇല്ല. എന്താ കാര്യം? ഗ്രഹിക്കുന്നവനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നവൻ ആരുമില്ല. ഈ പ്രമാണം ഇവരുടെ കയ്യിലിരിക്കുന്നു എന്നല്ലാതെ ഇത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എന്നിട്ട് പറയാം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തം പോലും ഇല്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ ന്യായപ്രമാണം ആരുടെ കയ്യിലാണോ കിട്ടിയിരിക്കുന്നത് അവരെക്കുറിച്ച് അതേ ന്യായപ്രമാണം തന്നെ സാക്ഷീകരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ലെന്നാണ്. അപ്പം പ്രമാണം കിട്ടിയവൻ, നിയമാവലി കിട്ടിയവൻ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ കിട്ടാത്തവൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതാണ് അതിനകത്തെ വിഷയം. അപ്പോൾ അതാ 19-ാം വാക്യത്തിൽ പറഞ്ഞത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ന്യായപ്രമാണം ഉള്ള ആൾക്കാരോട്. അതായത് ന്യായപ്രമാണം ഉള്ളവർ തന്നെ അവർക്കൊരു നീതിയുമില്ല, അവർ പ്രമാണം അനുസരിക്കുന്നില്ല, അവർ പാപം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് 19-ാം വാക്യം പറയാം, അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ പ്രമാണമുള്ളവൻ, നിയമം കയ്യിലുള്ളവനും അനുസരിക്കുന്നില്ല, ഇല്ലാത്തവനും അനുസരിക്കുന്നില്ല. അപ്പം ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആർക്കും ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. എല്ലാവരും ദൈവിക ശിക്ഷയുടെ അധീനതയിലാണ്. എന്നിട്ടാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട്, ഇങ്ങനെ ആയതുകൊണ്ട്. എന്തുകൊണ്ട്? ന്യായപ്രമാണം ഉള്ളവനും അനുസരിക്കാൻ പറ്റുന്നില്ല, ഇല്ലാത്തവനും അനുസരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കൊക്കെ നിയമം അറിയാത്തത് കൊണ്ടല്ല നമ്മൾ പാപം ചെയ്യുന്നത്. നിയമം അറിയാമെങ്കിലും അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് 20-ാം വാക്യം പറയുക, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അവിടെ ഒരു ജഡവും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരാകാനായിട്ട് ആർക്കും കഴിയില്ല. എന്തുകൊണ്ട്? നമുക്ക് നല്ലത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് നിയമം നമുക്കറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ നിയമം അനുസരിക്കാനായിട്ട് അശക്തരാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് പ്രവൃത്തി
പ്രവൃത്തികളാൽ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരാകാനായിട്ട് കഴിയില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാർ പ്രവർത്തിച്ച് നീതിമാന്മാരാകണമെങ്കിൽ പെർഫെക്റ്റ് ആകണം. കാരണം ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിയെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് എത്ര മാർക്കാണ്? 0 മാർക്കാണ് കിട്ടുക. നമ്മൾ നേരത്തെ അത് തെളിയിച്ചതാണ്. എന്നിട്ട് അവിടെ പറയുക, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പം ന്യായപ്രമാണത്താൽ നീതീകരണം വരുന്നില്ലെങ്കിൽ, ന്യായപ്രമാണം അനുസരിച്ച് നമുക്ക് നീതിമാന്മാരാകാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ന്യായപ്രമാണത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക, പാപത്തിൻ്റെ പരിജ്ഞാനം, അതായത് പാപത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെ? നിയമം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് പാപമാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും. ഇപ്പം കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുത്തൻ കൊന്നു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവനറിയാം പ്രമാണം കൊല്ലരുതെന്നാണ്, ഞാൻ കൊന്നു, അപ്പം ഞാൻ ആരായി? പാപിയായി, ഞാൻ ചെയ്തത് പാപമാണ്. അപ്പം എന്താണ് പാപം എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് മാത്രമേ മനുഷ്യന് ഈ ന്യായപ്രമാണം കൊണ്ട് പ്രയോജനമുള്ളൂ എന്നാണ് പറഞ്ഞത്. അവനെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരാക്കാനായിട്ട് ഈ പ്രമാണത്തിന് കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ പ്രയോജനം അതുകൊണ്ട് കിട്ടില്ല. വാട്ട് ഈസ് സിൻ, വാട്ട് ആർ സിൻസ് എന്നുള്ളത് ഒരു ഡിഫൈൻ ചെയ്യാൻ, അത് നിർവചിക്കാനായിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് മനുഷ്യന് കഴിയുന്നുള്ളൂ? ന്യായപ്രമാണം ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നിട്ട് 21-ാം വാക്യത്തിൽ പിന്നെ പറയുകയാണ്, ഇപ്പോഴോ, അതായത് നൗ, ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്തുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ നീതി എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ വിശ്വാസത്തുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുക, ന്യായപ്രമാണത്താൽ ആർക്കും നീതി ലഭിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ന്യായപ്രമാണത്താൽ അല്ലാതെയുള്ള വേറൊരു നീതി വെളിപ്പെട്ടു വന്നു. ഏത് നീതി? അത് ദൈവത്തിൻ്റെ നീതിയാണ്. നോക്കിയേ മക്കളെ, ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടാവുന്നത് നമ്മുടെ സ്വന്തം നീതിയാണ്. കാരണം നമ്മളത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള നീതി. ഓക്കെ, പക്ഷെ ആ നീതി നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇപ്പം വേറൊരു നീതി അവിടെ വെളിപ്പെട്ടു വന്നു. ഏത് നീതി? ദൈവത്തിൻ്റെ നീതി. അപ്പോൾ എന്തിനാ ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് അങ്ങനെ നീതി വെളിപ്പെടുത്താനായിട്ട് നമുക്ക് സ്വയമായിട്ട് കഴിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെട്ടു വന്നു. എങ്ങനെ വെളിപ്പെട്ടു വന്നു? ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. നോക്കിക്കേ, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണം ഉള്ളത് കൊണ്ടല്ല ദൈവം നീതിമാനായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ നിയമമുണ്ട്. അപ്പോൾ പിന്നെ ദൈവം തീരുമാനിക്കുകയാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ കുറേ നിയമം ഉണ്ടല്ലോ, എന്നാൽ ഞാൻ അതൊക്കെ അനുസരിച്ചങ്ങ് പോകുകയാണ് എന്ന് തീരുമാനിച്ച് അതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അനുസരിച്ച് ഉണ്ടാക്കുന്ന നീതിയല്ല ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിന് നിയമം കൊടുക്കാനായിട്ട് വേറെ ആരാ ഉള്ളത്? ആരുമില്ല. അപ്പോൾ പിന്നെ ഈ ദൈവത്തിൻ്റെ നീതി പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻബിൽട്ട് റൈറ്റിയസ്നെസ്. അത് ദൈവത്തിൽ ഇൻബിൽട്ടായിട്ട് കിടക്കുന്ന നീതിയാണത്. അത് ദൈവം എന്തെങ്കിലും ചെയ്തിട്ട് നേടിയെടുക്കുന്ന നീതിയല്ല. ബൈ നേച്ചർ ദൈവത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്. ആ നീതി അത് പ്രവൃത്തിയാൽ ഉള്ള നീതി അല്ല. അതാണ് അതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണം. അപ്പം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പ്രവൃത്തിയാലുള്ള നീതി അല്ല.
പ്രവൃത്തിയാലുള്ള നീതി മനുഷ്യർക്കുള്ളതാണ്. അതിനാണ് ദൈവം നിയമം കൊടുത്തത്. പക്ഷെ നമുക്കാർക്കും നിയമം അനുസരിച്ച് നീതി പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുത്തി. ആ ദൈവത്തിൻ്റെ നീതി എങ്ങനെയല്ല? പ്രവൃത്തിയാൽ അല്ല. അത് ദൈവത്തിൽ ഇൻബിൽട്ടായിട്ട് ബൈ നേച്ചർ ദൈവത്തിലുള്ള നീതിയാണ് അതെന്ന് പറയുന്നത്. എന്നിട്ട് അത് എങ്ങനെയാണത് വെളിപ്പെട്ടത്? അവിടെ പറയുന്നു, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കൽ വിശ്വാസത്താലുള്ള ദൈവനീതി. അപ്പം ആരുടെയൊക്കെ ജീവിതത്തിലാണ് ദൈവനീതി വെളിപ്പെട്ടത്? എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ടില്ല. സിൻ ഈസ് യൂണിവേഴ്സൽ, ബട്ട് ജസ്റ്റിഫിക്കേഷൻ ഈസ് നോട്ട് യൂണിവേഴ്സൽ. മനസ്സിലാക്കണം. പാപം സാർവത്രികമാണ്, പക്ഷെ നീതീകരണം സാർവത്രികമല്ല. ദൈവത്തിൻ്റെ നീതി എല്ലാവരിലുമല്ല വെളിപ്പെട്ടത്, വിശ്വസിക്കുന്ന എല്ലാവരിലുമാണ്. മനസ്സിലാക്കണം. അപ്പം വിശ്വസിക്കാത്തവരിൽ ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുന്നില്ല. അപ്പം ആരിൽ വിശ്വസിക്കണം? യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ മേൽ പ്രവൃത്തികളാലല്ലാത്ത ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. എന്തുകൊണ്ട്? പ്രവൃത്തികളാൽ നമുക്ക് സ്വയമായിട്ട് നീതീകരിക്കപ്പെടാനായിട്ട് കഴിയാത്തത് കൊണ്ട്. അപ്പോൾ നോക്കി, നമ്മൾ നേരത്തെ നമ്മുടെ ഹെൽപ്ലെസ്നെസ് നമ്മൾ പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നീതീകരിക്കപ്പെടാനായിട്ട് കഴിയില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യനിങ്ങനെ ഹെൽപ്ലെസ് ആണെങ്കിലും ദൈവം നമ്മളെ ഹെൽപ്ലെസ് ആയിട്ട് വിട്ട് കളയുന്ന ദൈവം അല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? തൻ്റെ നീതി നമ്മുടെ മേൽ വെളിപ്പെടുത്തി. ആരുടെ മേൽ? യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ. അതാണ് 21-ാം വാക്യം പറഞ്ഞത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ ഉള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ജസ്റ്റിഫിക്കേഷൻ കംസ് അപ്പാർട്ട് ഫ്രം ദ ലോ. അല്ലേ? നീതീകരണം ന്യായപ്രമാണത്താലല്ല വരുന്നത്. വൈ? വി കനോട്ട് ഏൺ ജസ്റ്റിഫിക്കേഷൻ ത്രൂ റൂൾ കീപ്പിംഗ് ഓർ അവർ ഗുഡ് വർക്ക്സ്. നമുക്ക് നിയമം അനുസരിക്കുന്നതിലൂടെയോ നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെയോ നമുക്കൊരിക്കലും നീതീകരണം പ്രാപിക്കാനായിട്ട് കഴിയില്ല. അതാണ് വിഷയം. ഓക്കെ. എന്നിട്ട് 22-ാം വാക്യത്തിൽ പറയുന്നു, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഏതിന്? ഈ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തൻ്റെ നീതി അവർക്ക് വെളിപ്പെടുത്തും, അവരുടെ മേൽ വെളിപ്പെടുത്തും എന്നുള്ള ആ കാര്യത്തിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അല്ലേ? അതെ. അപ്പം ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും ഈ ഒരു കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്ഥലം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. സങ്കീർത്തനം 32-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നോക്കിക്കേ, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ലംഘനം ചെയ്തു, പാപം ചെയ്തു. പക്ഷേ അവൻ്റെ ലംഘനം ദൈവം എന്ത് ചെയ്തു? ക്ഷമിച്ചു. അവൻ്റെ പാപം ദൈവം മറച്ചു, ഹൈഡ് ചെയ്തു. ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന് തന്നെ മറച്ചു അത്. അപ്പം ആ മനുഷ്യൻ്റെ പാപം ദൈവം തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുമ്പോൾ പിന്നെ ദൈവം അവനെ കാണുന്നത് ആരായിട്ടാ? നീതിമാനായിട്ടാ. അതാണ് നീതീകരണം. ഇനി യഹോവ അകൃത്യം കണക്കിടാതെ. ഓക്കെ, God is not keeping the record of his transgressions. ദൈവം അവൻ്റെ അതിക്രമങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. കണക്ക് സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്തില്ല? കടമില്ല.
അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനാണ്, പെർഫെക്റ്റാണ്. ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. ഇതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത്. ന്യായപ്രമാണത്തിൽ തന്നെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ ദൈവനീതിക്ക് എന്ത് പറയുന്നു? സാക്ഷ്യം പറയുന്നു എന്ന്. എന്നിട്ട് 23-ാം വാക്യം പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. നോക്കിക്കേ, അപ്പം ഈ ന്യായപ്രമാണം ഉള്ളവനും ഇല്ലാത്തവനും ഒരു വ്യത്യാസമില്ല. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്ത് വ്യത്യാസം? ചിലരുടെ കയ്യിൽ നിയമങ്ങളുണ്ട്, വേറെ ചിലരുടെ കയ്യിൽ നിയമങ്ങൾ ഇല്ല. ആ ഒരൊറ്റ വ്യത്യാസമല്ലാതെ പാപത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. അതവിടെ പറഞ്ഞത്. ഇതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാപത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് കൂട്ടരും തമ്മിൽ എന്തില്ല? ഒരു വ്യത്യാസമില്ല. എന്തുവാ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. നോക്കിക്കേ, ദൈവം മനുഷ്യനെ, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ദൈവം ആദമിനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നാ? ഇൻ ഹിസ് ഇമേജ്, അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്ന. ഇൻ ഹിസ് ഇമേജ്. എന്താ ഇമേജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ഒരു ഐക്കൺ എന്നതിൻ്റെ അർത്ഥം. എന്താ ഐക്കൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. അതാണ് ഇമേജ്, അതാണ് ഐക്കൺ. അപ്പം മനുഷ്യനെ ദൈവം തൻ്റെ ഇമേജായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ല, ചിലർ പറയുന്ന പോലെ ദൈവം ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് കമ്പനി കിട്ടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് ആരാധിച്ച് ഇങ്ങനെ മുഖസ്തുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു, എന്നാൽ പിന്നെ അതിനു വേണ്ടിയിട്ടോ, അതൊന്നുമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. അതൊന്നുമല്ല. അങ്ങനെ ദൈവത്തിന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചിട്ടൊന്നുമില്ല. കാരണം ദൈവം ത്രിയേക ദൈവമാണ്. ആ ദൈവത്വത്തിനകത്ത് തന്നെ 3 വ്യക്തികളുണ്ട്. മാത്രമല്ല സ്വർഗത്തിൽ എണ്ണിക്കൂടാത്ത ദൂതസംഘങ്ങളുണ്ട്. ഇനി ദൈവത്തിന് ആരാധന കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുക എന്നുള്ള, കാരണം ദൂതന്മാർ രാപ്പകൽ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത്. അപ്പം പിന്നെ മനുഷ്യൻ എന്തിനാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റ് സൃഷ്ടികളുടെ ഇടയിൽ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അതവിടെ പറഞ്ഞത്, ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അപ്പം ദൈവത്തിൻ്റെ ആ ഗ്ലോറി, ദൈവത്തിൻ്റെ ആ പ്രകൃതം അവനിൽ നഷ്ടപ്പെട്ടു. ഇപ്പം അവന് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. അപ്പം ഇപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ ഒരു പെർവർട്ടഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഇമേജായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പെർഫെക്റ്റ് ഇമേജ് ആര്? കൊലോസ് ലേഖനം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അപ്പം ഇപ്പം ക്രിസ്തുവാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്, ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിൻ്റെ ഇമേജിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുരൂപപ്പെടണം എന്ന് പറഞ്ഞു. ഓക്കെ, അത് വലിയൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് റോമാലേഖനം 3:23 നമ്മൾ വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഇനി 24-ാം വാക്യം പറയുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം നീതീകരണം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എന്താണ്? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, അവൻ്റെ കൃപയാലാണ്. ആരുടെ? ദൈവത്തിൻ്റെ കൃപയാൽ. 2, യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലമാണ്. 3, അത് സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടിയത്. എന്താ? നീതീകരണം. ഇതിൻ്റെ മഹാത്മ്യം നമ്മൾ മറക്കരുത്. ഈ നീതീകരണം നമുക്ക് ലഭിച്ചത്, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിച്ചത്. ദ സെക്കൻഡ് തിങ്, ഇറ്റ് ഈസ് ബൈ ദ റിഡംഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പിനാലാണ് കിട്ടിയത്.
ആൻഡ് ദ തേർഡ് വൺ, വി വർ ജസ്റ്റിഫൈഡ് ഫ്രീലി. നമ്മൾ സൗജന്യമായിട്ടാണ് എന്ത് ചെയ്തത്? നീതീകരിക്കപ്പെട്ടത്. സി, എന്താ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സൗജന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിലയൊന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്നതിനാണ് എന്ത് പറയുക? സൗജന്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ നീതീകരണം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വിലയൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വിലയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ആർക്കാണിത് സൗജന്യം? കിട്ടിയ ആൾക്കാണിത് സൗജന്യം. കൊടുത്തയാൾക്കിത് സൗജന്യമല്ല, മറക്കരുത്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് തരികയാണ്. അപ്പം ആ ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടുന്ന നിങ്ങൾക്ക് അത് സൗജന്യമാണ്. കാരണം നിങ്ങൾ അതിനെന്ത് ചെയ്യുന്നില്ല? വിലയൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ തരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് സൗജന്യമല്ല. കാരണം ഞാനത് വില കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. ദൈവം ഇതാ ചെയ്തേക്കുന്നത്. അപ്പം നീതീകരണം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഫ്രീ എന്നുള്ള ആ കാര്യം അത് നമുക്കാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ദൈവത്തിന് അത് ഫ്രീ അല്ല. ഗോഡ് ഹാസ് ടു പേ ദ പ്രൈസ്. ദൈവം വില കൊടുത്ത് അത് എടുത്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് അത് ഫ്രീ ആയിട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താ ദൈവം ചെയ്തത് അതിനകത്ത്? അതവിടെ പറഞ്ഞത് അവൻ്റെ കൃപയാൽ, ബൈ ഹിസ് ഗ്രേസ്, അവൻ്റെ കൃപയാൽ. നോക്കിക്കേ, ഈ കൃപ എന്നുള്ള വാക്ക് നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നമ്മൾ 3 വാക്കുകളൊന്ന് പഠിച്ചിരിക്കുന്നതല്ലാണ്. 1 നീതി, 2 കരുണ, 3 കൃപ. ഈ 3 വാക്കുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം. റൈച്ചിയസ്നസ്, മേഴ്സി ആൻഡ് ഗ്രേസ്, ഈ 3 വാക്കുകൾ. അപ്പം എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് അർഹമായിട്ടുള്ളത് എനിക്ക് തരുന്നതാണെന്ത് നീതി എന്ന് പറയുന്നത്, അല്ലേ? അതെ, അതാണ് നീതി. ഇപ്പം എന്താണ് അർഹമല്ലാത്തത് ഒരാൾക്ക് കൊടുക്കുന്നതിന് നമ്മൾ അനീതി എന്നാണ് പറയുക. അപ്പം നീതി എന്ന് പറയുന്നത് എനിക്ക് അർഹമായിട്ടുള്ളത് കിട്ടുന്നതാണെന്താ നീതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുക, എനിക്കൊരു ബൈക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ ബൈക്കും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ബൈക്ക് കൊണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ്, നിങ്ങളറിയാതെ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിട്ടാണ് നിങ്ങൾ വേറൊരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മുകളിൽ നിങ്ങൾ ആ ബൈക്ക് കൊണ്ട് ഇടിച്ച് ആ വ്യക്തി മരിക്കുക. ആ വ്യക്തി മരിച്ചു. അപ്പം ഇപ്പം നിങ്ങൾ ഒരു വ്യക്തിയെ ബൈക്ക് ഇടിച്ച് കൊലപ്പെടുത്തിയ ഒരാളാണ്. അപ്പം ആ മരിച്ച വ്യക്തിയുടെ പിതാവ് നിങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ശരിക്കും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അർഹമായതാണ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം നിങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക ചെയ്യേണ്ടത്. ചിലപ്പം ഇടിയോ തൊഴിയോ ഒക്കെ കിട്ടിയെന്ന് വരും, അത് വേറെ വിഷയം. എന്നാൽ പോലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് നിങ്ങളുടെ പേരിലൊരു കംപ്ലൈൻറ്റ് FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ന്യായമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത്. അതാണ് നീതി. കാരണം നമ്മൾ ചെയ്തത് തെറ്റാണ്. അതിൻ്റെ ശിക്ഷ, അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് ലഭിക്കണം. അതാണ് അതിൻ്റെ നീതി എന്ന് പറയുന്നത്. അതാണ് നീതി. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? നമ്മൾ പാപം ചെയ്തു, അപ്പം അതിൻ്റെ ശിക്ഷ നമുക്ക്, ന്യായമായിട്ടുള്ള ശിക്ഷ നമുക്ക് ലഭിക്കണം. അതാണ് നീതി. ഇനി കരുണ, മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെന്താണോ ലഭിക്കേണ്ടത് അത് നമുക്ക് തരാതിരിക്കുന്നതാണ് കരുണ. ഇപ്പോൾ നേരത്തെ ഉദാഹരണത്തിൽ നിങ്ങളൊരു പയ്യനെ ബൈക്ക് ഇടിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ
അദ്ദേഹത്തിൻ്റെ പിതാവ് വന്നിട്ട് നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കേണ്ടതാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, കേസ് ആക്കുന്നില്ല എന്ന് പറയുക. അതാണ് മേഴ്സി, അതാണ് കരുണ. അപ്പം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ പാപം ചെയ്ത നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടിയിരുന്നത് ആ പാപത്തിൻ്റെ ശിക്ഷയായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കരുണ. ഇനി മൂന്നാമത്തെ കൃപ, ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്ത നമുക്ക് തരുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ചെറുപ്പക്കാരനെ ബൈക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പം ന്യായമായിട്ട് നമ്മുടെ പേര് കേസ് കൊടുക്കേണ്ടതാണ്. ആ വ്യക്തിയുടെ പിതാവ് വന്നിട്ട് പറയുന്നു കേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അത് കരുണയായി. ഇനി കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിതാവ് പറയുകയാണ്, ഇന്ന് തൊട്ട് മരിച്ചുപോയ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് എൻ്റെ മകൻ, നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ചെലവുകളും ഞാൻ വഹിക്കാം എന്ന് പറയുക. അത് നമുക്കൊരിക്കലും അർഹതയില്ലാത്തതാണ്. അതാണ് കൃപ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായി തീരുക, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അർഹതയില്ലാത്തതാണ്. അത് ദൈവം നമുക്ക് തരുന്നതാണെന്ത്, കൃപ എന്ന് പറയുന്നത്. അപ്പം അതാണ് 24-ാം വാക്യത്തിൽ പറഞ്ഞത്, അവൻ്റെ കൃപയാലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് നീതീകരിക്കപ്പെടാം, അല്ലെങ്കിൽ നീതി നമുക്ക് അർഹതയില്ലാത്തതായിരുന്നു. പക്ഷെ നമുക്ക് അർഹതയില്ലാത്ത ആ നീതി ദൈവം നമുക്ക് എന്ത് ചെയ്തു, തന്നു, കൃപയാൽ. രണ്ടാമത് ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വില കൊടുത്ത് വാങ്ങുക ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, വില കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ട്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. നീതീകരണം ദൈവത്തിൻ്റെ കൃപയാലാണ്, നമുക്ക് അർഹതയില്ലാത്തതാണ്, അർഹതയില്ലാത്ത ഈ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നത്. 2, അതിന് ദൈവം വില കൊടുത്തിട്ടുണ്ട്. എന്താണ്, യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ്. യേശുക്രിസ്തു വില കൊടുത്തു വാങ്ങിയതാണിത്. 3, നമുക്കിത് ലഭിച്ചത് സൗജന്യമായിട്ടാണ്, ഫ്രീ ആയിട്ടാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകാം. അതിൻ്റെ 25 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. എന്താണെങ്കിലും ഇന്ന് രാത്രി നമുക്കത് മൊത്തം ചിന്തിച്ച് തീർക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1, ന്യായപ്രമാണത്താൽ ഒരു വ്യക്തിക്കും നീതീകരിക്കപ്പെടാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട്? പ്രമാണമുള്ളവനും ഇല്ലാത്തവനും അതനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ ഈ പ്രമാണം കൊണ്ട്, നിയമം കൊണ്ട് എന്താ മെച്ചമുള്ളത്? ഒരു കാര്യം പാപമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത്. പിന്നെ എന്താ ചെയ്തത്? നമുക്ക് പ്രവൃത്തിയാൽ ആ നീതി നമ്മൾ വെളിപ്പെടാതിരുന്നപ്പോൾ ദൈവം യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ തൻ്റെ നീതി, ദൈവത്തിൽ ഇൻബിൽട്ടായിരുന്ന, പ്രവൃത്തിയാലല്ലാത്ത ദൈവത്തിൽ ഇൻബിൽട്ടായിരുന്ന ആ നീതി ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അതിന് ന്യായപ്രമാണത്തിൽ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ, യേശുക്രിസ്തു കൊടുത്ത വിലയാൽ സൗജന്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ ഈ നീതീകരണത്തിൽ, ദൈവം നമുക്ക് നൽകിയ നീതീകരണത്തിൽ നിലനിൽക്കാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.